ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. എന്തായാലും സംഘർഷഭരിതമായിട്ടാണല്ലോ ഇപ്പൊ കഥ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ സോണി തന്റെ കുഞ്ഞിനെ ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയതെന്നൊക്കെ നമ്മുടെ കല്യാണിയോട് ചോദിക്കുകയാണ്. അപ്പൊ കല്യാണിയാണെങ്കിലോ എങ്ങോട്ടാ കൊണ്ടുപോയെന്നൊന്നും എനിക്കറിയില്ല, കുഞ്ഞിന് വയ്യായ്ക വന്നു, അപ്പൊ പെട്ടെന്ന് തന്നെ അദ്ദേഹം ആശുപത്രിയിലേക്ക് ഓടുകയാണ് ചെയ്തതെന്നൊക്കെ പറയുക. ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളെയാണ്. അപ്പൊ അവന്മാരാണെങ്കിലും കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ദടാ ഇങ്ങനെ വീഡിയോ എടുക്ക്, ഇത് കണ്ടു കഴിഞ്ഞിട്ട് ആ അമ്മയുടെ ചങ്ക് തകരണം, ആ രീതിയിൽ നീ ഒന്ന് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞ് കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെച്ച് അങ്ങനെ നിൽക്കുകയാണ് ആ ഒരു ഗുണ്ട. അപ്പം ഇവനാണെങ്കിലോ എടുത്ത വീഡിയോ അങ്ങനെ തന്നെ നമ്മുടെ സോണിയുടെ ഫോണിലേക്ക് ഇട്ടും കൊടുക്കുന്നുണ്ട്. വീഡിയോ മെസ്സേജ് കണ്ട സോണിയാണെങ്കിൽ ഫോൺ ഓണാക്കി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെച്ച് നിൽക്കുന്ന ആ ഒരു ഗുണ്ടകളെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരമ്മയാണല്ലോ, ഒരു ആൾക്കും സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണ് കണ്ടത്. അവൾ ആ ഒരു വോയിസ് മെസ്സേജ് കൂടി ഓണാക്കുമ്പോൾ ഈ കല്യാണത്തിൽ നിന്ന് നീ പിന്മാറിയെങ്കിൽ മാത്രമേ നിന്റെ കുഞ്ഞിനെ ജീവനോട് കൂടി തിരികെ തരുള്ളൂ എന്നുള്ളൊരു വോയിസ് ക്ലിപ്പും കൂടെ ഉണ്ട്. അങ്ങനെ അത് കാണുമ്പം നമ്മുടെ സോണി വലിയ വിഷമത്തിലായി. സോണി അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. അപ്പൊ സേനനാണെങ്കിലും രൂപയാണെങ്കിലും കിരണ് അവരെ പിടിക്കുന്നതിന് വേണ്ടി പോയതാണ് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകുകയാണ്. പിന്നെ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥന തന്നെയാണ്. അപ്പം കുഞ്ഞിൻ്റെ വിവരങ്ങളാണെങ്കിലും ഒന്നും അറിയാത്ത കൊണ്ട് തന്നെ കല്യാണിക്കും ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. അങ്ങനെ ഇവർ പരസ്പരം ആശ്വസിപ്പിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കിനും ആൽബി അങ്ങോട്ട് ചെല്ലുകയാണ്. ആൽബിയെ കണ്ടപാടെ രൂപ പറയുന്നുണ്ട്, മോളെ നീ ഒന്ന് സമാധാനിക്ക്, കുഞ്ഞെന്തായാലും ഒരു കുഴപ്പമില്ലാണ്ട് കിരൺ കൊണ്ടുവരും, എൻ്റെ മോളൊന്ന് വിഷമിക്കാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് രൂപ സമാധാനിപ്പിക്കുകയാണ്. ആൽബി വന്ന പാടെ ആൽബി പറയുന്നുണ്ട്, വാ സോണി എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് സോണിയെ വിളിച്ച് മാറ്റി നിർത്തി അവനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്താണെങ്കിലോ സേനനാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് വിളിക്കാവുന്ന ആൾക്കാരെ ഒക്കെ സേനൻ വിളിക്കുകയാണ്. രൂപ അങ്ങോട്ട് ചെല്ലുമ്പോൾ രൂപയോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു രൂപേ, നമ്മുടെ ജീവിതം തകർത്തത് ആ ദുഷ്ടനാണ്, നിന്റെ ആങ്ങള. അവനെ എത്രയും പെട്ടെന്ന് തന്നെ കൊന്നില്ലെങ്കിൽ ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ജീവിതം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വത്തുക്കളുടെ പാതി അത് നമ്മൾ സോണിമോൾക്ക് നൽകിയത് കൊണ്ട് മാത്രമാണ് അവർ ഈ ഒരു കടുങ്കൈക്ക് മുതിർന്നത്. എന്തായാലും അവനെ ഇനി വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. നീ അറിഞ്ഞോ, രാവിലെ നമ്മുടെ ആൽബിയും കൂട്ടരും സഞ്ചരിച്ച വണ്ടി അത് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. തലനാഴിടയ്ക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രമാണ് അവനും കുടുംബവും ഇന്നിവിടെ ജീവനോട് കൂടി നിൽക്കുന്നത്. നമ്മളെ സഹായിക്കാൻ വന്ന ആൾക്കാരാണ്, അവർക്കും വലിയൊരു ആപത്തിലേക്കാണ് അവരുടെ ജീവിതം പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ നമ്മളോടൊപ്പം നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പം എല്ലായ്പ്പോഴും ഭാഗ്യം തുണയ്ക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് അവനെ എത്രയും പെട്ടെന്ന് തീർക്കണം. നമ്മുടെ ജീവിതം തീർന്നാലും അവനെ ഇനി ഞാൻ വെറുതെ വിടില്ല എന്നുള്ള കാര്യം പറയാണ്. അപ്പം രൂപയാണെങ്കിലോ ഈശ്വര തവണ കൂടി നമുക്കൊന്ന് ഭാഗ്യം തുണച്ചാൽ മതിയെന്നും പറഞ്ഞ് അവള് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ്. അപ്പം ഇവര് പരസ്പരം ഇങ്ങനെ ആശ്വസിപ്പിക്കുമ്പോഴത്തേക്കിനും മുഹൂർത്തത്തിന് ഇനി വെറും 10 മിനിറ്റ് മാത്രമേ മിച്ചമുള്ളൂ. അതിനുള്ളിൽ എങ്ങനെയാണ് കുഞ്ഞിനെ കണ്ടെത്തി കിരൺ ഇവിടെ കൊണ്ടുവരൂ എന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ ആലോചിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗുണ്ടകള് പുറത്തൊരു വണ്ടി വരുന്ന ഒച്ച കേട്ട്. അപ്പൊ അതിൽ 2 ചെക്കന്മാർ പോയി നോക്കുകയാണ് ആരാണ് വന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നോക്കുന്ന സമയത്താണെങ്കിലോ ആഹാ ദേ വരുന്നുണ്ട് കുഞ്ഞിന്റെ അമ്മാവൻ, കുഞ്ഞിനെ അന്വേഷിച്ച് വരുന്ന വരവാണ്. എന്തായാലും ഇവനെ അന്ന് നമുക്ക് തീർക്കാൻ പറ്റിയില്ല, പക്ഷേ ഇപ്പൊ അവസരം ഒത്തു വന്നു കഴിഞ്ഞാൽ ഇവനെ കൂടെ തീർത്തിട്ട് നമുക്ക് രാഹുൽ സാറിന്റെ അടുത്ത് ചെല്ലാടാ, കുറച്ചധികം പണം കൂടി കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാര് സംസാരിക്കുകയാണ്. അപ്പൊ കിരൺ ആണെങ്കിലോ ഇവന്മാരെ കണ്ട പാടെ അങ്ങോട്ട് ഓടി ചെല്ലാണ്. ചെല്ലുമ്പോഴത്തേക്കിനും 2 പേരും കൂടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മല്ലയുദ്ധം നടത്തുന്നുണ്ട്. ഇവനെ കിരണിനെ എന്ത് ചെയ്താലും മുകളിലേക്ക് കയറ്റാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ കിരൺ ആരാണ് മുതല്? കിരൺ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് അവനകത്തോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കുഞ്ഞു ചാരുമോള് മാമനെ നോക്കി നിന്ന് കരയുന്ന കാഴ്ചയാണ്. അപ്പം എൻ്റെ കുഞ്ഞിനെ വിടടാന്നും പറഞ്ഞ് ആ ഗുണ്ടകളെ ഒക്കെ അടിച്ചൊതുക്കുകയാണ്. പക്ഷെ ഒരു ഘട്ടം വരുമ്പോഴത്തേക്കിനും നമ്മുടെ കിരണിനെ കൊല്ലും എന്നുള്ളൊരു അവസ്ഥ വരികയാണ്. ആ ഒരു അവസ്ഥ വരുമ്പം നമ്മളെ കിരണിന്റെ നേരെ അയാൾ കത്തിയുമായി ചെല്ലുന്ന ആ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കിനും നമ്മളെ ആ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യിക്കുകയാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ സോണി ആണെങ്കിൽ ഭയങ്കര കരച്ചില്, രൂപ അപ്പറെ കരയുന്നു. അപ്പൊ കല്യാണി മോളോട് പറയുന്നുണ്ട്, മോളെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാലും ആദ്യം അച്ഛനോടും അമ്മയോടും പറയേണ്ട ബാധ്യതയില്ലേ, നീ എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? അമ്മേ
സോണിക്ക് ഇത്രയും നല്ലൊരു ബന്ധം കിട്ടിയതാണ്. കുഞ്ഞിനെ എങ്ങനെ വന്നാലും കിരണേട്ടൻ കണ്ടെത്തി കൊണ്ടുവരും. അപ്പോഴത്തെ സാഹചര്യത്തിൽ കല്യാണം മുടങ്ങരുത് എന്ന് മാത്രമാണ് വിചാരിച്ചത്. ഇനി എങ്ങനെയാ മോളെ മുടങ്ങാതിരിക്കുന്നത്? വെറും 2-3 മിനിറ്റ് അല്ലേ ഉള്ളൂ മുഹൂർത്തത്തിന്. എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ടോ. അവിടെ നിൽക്കുന്ന നമ്മുടെ സേനന്റെ കാര്യസ്ഥൻ ഉൾപ്പെടെ അയാൾക്കൊക്കെ സങ്കടമായി. ഇനിയിപ്പോ കുഞ്ഞിനെ ജീവനോടുകൂടി തിരിച്ചു കിട്ടണം. അത് മാത്രമാണ് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നത്. അങ്ങോട്ടേക്ക് നമ്മുടെ കിരണിന്റെ കാറ് വരികയാണ്. കാറിൽ നിന്നും കിരൺ ഇറങ്ങുന്ന കണ്ടപ്പം കല്യാണിക്ക് ഒരു വക സമാധാനമായിട്ടോ. കിരൺ എന്തായാലും ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ കുഞ്ഞിന്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല. കിരൺ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇപ്പറേ വന്ന് ആ ഡോറ് തുറന്ന് നമ്മുടെ കുഞ്ഞിനെ എടുക്കുമ്പോഴത്തേക്കിനും കുഞ്ഞിനെ കാണുന്ന കല്യാണിക്കും രൂപയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവർ ഓടിച്ചെന്ന് കുഞ്ഞിനെ ഇങ്ങ് വാങ്ങുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ കിരൺ പറയുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടു, എൻ്റെ ജീവൻ പോകുക എന്നുള്ള ഒരു അവസ്ഥ വരെ വന്നു. പക്ഷെ ഞാൻ അതിൽ നിന്നെല്ലാം പിടിച്ചു കയറി. അപ്പം മോനെ വലിയ കാര്യത്തിന് ചേർത്ത് നിർത്തുകയാണ് സേനൻ. തൻ്റെ മകനുള്ളത് കൊണ്ട് മാത്രമാണല്ലോ ഇപ്പം മകളുടെ വിവാഹം മുടങ്ങാതെയൊക്കെ ഇരുന്നത്. അങ്ങനെ അച്ഛനും മകനും ഒക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ മോനെ എന്താ സംഭവിച്ചതെന്ന് കിരണിനോട് സേനൻ ചോദ്യത്തിനും പിന്നിൽ എൻ്റെ അമ്മാവനാണ്, അയാളെ ഞാൻ ഇനി തീർത്ത് കളയും എന്നുള്ള രീതിയിൽ കിരൺ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മോനെ നീ സംഭവിച്ച കാര്യങ്ങൾ പറയും. അച്ഛാ കുഞ്ഞിനെ ഇവര് തട്ടിക്കൊണ്ടു പോയതാണ്. നമ്മളുടെ കണ്ണ് തെറ്റിയ സമയത്ത് എന്തായാലും എല്ലാവരുടെയും മേലെയും ഒരു ശ്രദ്ധ വേണമായിരുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ നീ എങ്ങനെയാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെന്ന് ചോദിക്കുമ്പം ഒരു ഘട്ടം വന്നപ്പോഴത്തേക്കിനും എൻ്റെ ജീവൻ പോകുന്ന ഒരു അവസ്ഥ വരെ വന്നു. പക്ഷെ എനിക്ക് അവരെ തരണം ചെയ്ത് അവന്മാരെ ഒതുക്കി കെട്ടിയിട്ടിട്ടാണ് ഞാൻ വന്നത്, കുഞ്ഞുമായിട്ട് ഇവിടെ എത്തിയത് എന്നുള്ള കാര്യമൊക്കെ പറയാണ്. പക്ഷെ ഈ കുഞ്ഞു വന്ന കാര്യമൊന്നും നമ്മുടെ സോണി അറിഞ്ഞിട്ടില്ല കേട്ടോ. സോണിയെ അവിടെ ആൽബി ആശ്വസിപ്പിക്കുകയാണ്. അപ്പം സോണി എന്തായാലും ഈ വിവരങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്കിനും എന്തായാലും നമ്മുടെ സോണിക്ക് സന്തോഷമാകും. മുടങ്ങുന്ന ആ ഒരു വിവാഹം അത് കിരണിന്റെ ആ ഒരു ഇടപെടൽ മൂലം നടക്കുമെന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ എത്തിയിരിക്കുന്നത്. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്